ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഉമ്മാൻ്റെ സാരി മെല്ലെ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോൾക്ക് എന്തെങ്കിലും ഒന്ന് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട്. ഇത് ഉമ്മ ഉടുക്കാറില്ല കേട്ടോ. പഴയ അലമാരയിൽ ഇങ്ങനെ അട്ടിക്കട്ടി വെക്കില്ല, അവർക്ക് തരാനായിട്ട് തോന്നുമില്ല, എന്നാലേ ഉടുക്കില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു സാരിയിൽ നിന്ന് ഞാൻ എടുത്തു പോകുന്നതാണ്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. വീട്ടിലിപ്പോൾ ഇങ്ങനെ സ്കൂളൊന്നും ഇല്ലാത്ത ടൈമാകുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുപാട് എന്നും ഡ്രസ്സ് ഇങ്ങനെ മാറി മാറി ഇടാനും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കരുതി ഞാനൊന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുന്താണിയായിട്ട് വരുന്നത്. മുന്താണിയും വെച്ച് ഈ ബാക്കി ഓടൽ ഭാഗമൊക്കെ വെച്ചിട്ട് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഉടുപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം സാരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതാ ഈ ഒരു മുന്താണി യോക്ക് ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മുന്താണി തന്നെയാണ് യോക്ക് ഭാഗത്ത് വെക്കുന്നത്. അപ്പോൾ പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസത്തിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാനൊന്നൊരു ട്രൈ ചെയ്ത് നോക്കിയതാണ്, വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അതാ യോക്കിൻ്റെ ഭാഗം ഞാനിതങ്ങനെ നാലാക്കി, ആ ഒരു ഭാഗം മാത്രം നാലാക്കി ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കില്ല, അങ്ങനെ അതിന് വേണ്ടിയിട്ട് നാലായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇതിൻ്റെ താഴേക്ക് ആ മുകളിലാണ് ഒരു ലൈന്, ആ അവിടുന്ന് താഴേക്കായിട്ടാണ് ഞാൻ യോക്കിന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 12 ഇഞ്ചാണ് നമ്മുടെ യോക്ക് പാട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് 12.5 ഇഞ്ചാണ് ഞാനിതാ ഇതുപോലെ ആ ഒരു ലൈനിലെ മുകളിൽ കാണുന്ന ആ ലൈനിൽ നിന്ന് ഇങ്ങനെ ആദ്യം ഒന്ന് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ വരച്ചു കൊടുത്ത ലെങ്ത്തിൻ്റെ ഭാഗം ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ കറക്റ്റ് നമുക്ക് ഈ ഒരു നമ്മുടെ യോക്കിൻ്റെ അതേ ലെങ്ത്തിലുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇതിലാണ് നമുക്ക് നമ്മുടെ അളവുകളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് അവിടെ അതിന് തയ്യൽ തുമ്പടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 6.5 ഇഞ്ചാണ് ഷോൾഡർ. അതേ സെയിം അളവ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൈക്കുഴിക്ക് വേണ്ടിയിട്ട് താഴേക്ക് 6.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ചെസ്റ്റ് മോൾഡ് ചെയ്ത് 34 ഇഞ്ചാണ് റൗണ്ട് ആയിട്ടുള്ളത് കേട്ടോ. അതിന് നമുക്ക് 4 ഭാഗമാക്കുമ്പോൾ 8.5 ഇഞ്ച് കിട്ടും. അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ആ ഭാഗം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ഒരു സ്ക്വയർ ഷേപ്പിൽ ഈ ഒരു രീതിയിൽ വരച്ചു കൊടുത്ത് കൈക്കൂയും കൂടി ഒന്ന് വരച്ചു കൊടുക്കും. ഇനി നമുക്ക് താഴ്ഭാഗം യോക്കിൻ്റെ ഭാഗത്ത് യോക്ക് റൗണ്ട് വരുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ 32 ഇഞ്ചിന് നമ്മൾ 4 ഭാഗമാക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടും. 8 ഇഞ്ചിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പടി കൂട്ടിയിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്കായിട്ട് നമുക്കൊരു ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ചൊക്കെ ആയിട്ട് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു ഷേപ്പാക്കി മുകളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് ചെസ്റ്റിൻ്റെ ഭാഗത്തൊന്ന് കൂട്ടി വരച്ചിട്ട് നമുക്ക് ആ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉടുപ്പിന് താഴേക്ക് ഞൊറി വിട്ട് കൊടുക്കുമ്പോൾ 2 സൈഡ് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതാ സാരിയുടെ ഈ ഒരു മുന്താണിയുടെ ഭാഗമല്ല, അത് 2 കരയുണ്ടല്ലോ, ആ കരയൊന്നും ഇല്ലാതെ അതിൻ്റെ നടുഭാഗത്തു നിന്ന് ഒരു പീസും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യോക്ക് പാട്ട് കട്ട് ചെയ്ത ആ ഒരു ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേ സെയിം അളവിൽ തന്നെ നമുക്ക് ആ സാരിയുടെ ഈ ഒരു കളറ് ഈ ഭാഗത്ത് നിന്ന് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. യോക്കിൻ്റെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തില്ല, അതേ സെയിം അളവിൽ തന്നെ നമുക്ക് സാരിയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് മുന്താണിയിൽ നിന്നോ അല്ല, അതുപോലെ കരയിൽ നിന്നും ആ കരഭാഗത്തു നിന്നൊന്നല്ല, നമുക്ക് ബോഡി നമ്മൾ സാരി ഉടുക്കുന്ന ബോഡിയിൽ വരുന്ന ആ ഭാഗത്തു നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പാർട്ട് അങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യുന്നതും നമ്മൾ ആ മുന്താണിയുടെ ബാക്കിയുള്ള ഭാഗത്തു നിന്നാണ്. നമുക്ക് ബോഡി നമ്മൾ ആദ്യം എടുത്തില്ല, ആ ഒരു എന്താ പറയുക, മുന്താണിയിൽ നിന്ന് തന്നെ ആവും സ്ലീവ്സ് കട്ട് ചെയ്യാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗം വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് എത്രയാണോ അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പടി കൂട്ടിയിട്ട് ആദ്യം അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് നേരെ കൈക്കൂടെ അളവ് കൊടുത്ത് ആ ഒരു അളവിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇങ്ങോട്ടായിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി മുകളിൽ നിന്ന് ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് ചെരിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് റൗണ്ടും കൂടി ഒന്ന് കൊടുക്കണം. അപ്പോൾ സ്ലീവ്സ് റൗണ്ടിൻ്റെ ഭാഗം ഈ ഒരു ഭാഗം 10 ഇഞ്ചാണ്. അതിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗത്ത് ഇവിടെ നിന്ന് നമുക്ക് കൈക്കൂടെ ഭാഗത്തേക്ക് ഇതുപോലെ യോജിപ്പിച്ച് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്ലീവ്സും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സാരിയുടെ ആ ഒരു യോക്ക് ഭാഗത്തിനെടുത്ത ആ ഭാഗത്തു നിന്ന് തന്നെ സ്ലീവ്സിനും കട്ട് ചെയ്യുമായിരിക്കും ഈ ഒരു മോഡലിന് നല്ലത് കേട്ടോ.
അപ്പോൾ ഇതാ ഇപ്പോൾ 3 ഭാഗം നമ്മളിപ്പോൾ ഓൾറെഡി അത് ഇത് രണ്ടെണ്ണം ഉണ്ട്, ബാക്ക് പീസും ഫ്രണ്ട് പീസും ഉണ്ടോ ഇതുപോലെ ഉണ്ട്. അതിന് പുറമെ അങ്ങനെ 3 ഭാഗമായിട്ടാണ് നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതാ ഈ ഒരു ക്ലോത്ത് ഇതാണ്ട് 1 2 3 ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്ക് മുന്താണിയിൽ നിന്ന് വരുന്ന ഇതാ ഈ 2 പീസ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ പ്ലെയിൻ ആയിട്ട് കട്ട് ചെയ്ത ഈ ക്ലോത്ത് ഇതാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് വരിക. അപ്പോൾ ഇതിന് നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഒക്കെ നെക്കൊന്ന് വരച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ ക്യാൻവാസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതവിടെ ഷോൾഡറിൻ്റെ ഇവിടെ നെക്ക് വിടുത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതുപോലെ ലെങ്ത്ത് മോൾഡ് ചെയ്ത് 5.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പടക്കി ഞാനിവിടെ 6 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം ഈ ഭാഗം കൂടി ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് ഇവിടെ വന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് നെക്കിൻ്റെ ഏത് ഭംഗിയിലും നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടം റൗണ്ട് നെക്കായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റൗണ്ടായിട്ട് നെക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നെക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു നെക്ക് വരച്ചു കൊടുത്ത് ആ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗവും കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അപ്പുറം സൈഡിലേക്ക് നമുക്കൊന്ന് ഈ ക്ലോത്ത് ഒന്ന് ഇതുപോലെ പിടിച്ചിട്ട് ആ ഒരു സെൻറ്റർ ഭാഗം കറക്റ്റ് ആക്കി പിടിച്ചൊന്ന് തട്ടി കൊടുത്താൽ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും കിട്ടും. ഇതുപോലെ ഒന്ന് നമുക്ക് പതിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. അതുപോലെ നമുക്ക് ആ ഒരു ക്ലോത്തിൽ നിന്ന് തന്നെ ബാക്ക് നെക്കും അതുപോലെ വരച്ചെടുക്കാം. ഈ ഒരു ക്ലോത്തിൽ നിന്ന് തന്നെ നമുക്ക് ബാക്കിലേക്കുള്ള നെക്കിനും കിട്ടും. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് സെയിം 3 ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് 3 ഇഞ്ചാണ്. 3.5 ഇഞ്ച് തയ്യൽ തുമ്പടി കൂട്ടിയിട്ട് 3.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതും ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്റർ ഭാഗം അടക്കിയിട്ട് അപ്പുറ സൈഡിലേക്ക് പതിക്കുന്ന രീതിയിലൊന്ന് തട്ടി കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മുടേത് സെറ്റായി കഴിഞ്ഞു. ഇത് റൗണ്ട് ഷേപ്പിൽ രണ്ടും സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് ഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനുവേണ്ടി ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു ക്ലോത്തിൻ്റെ ചുറ്റുഭാഗം ഒന്ന് റൗണ്ടായിട്ടൊന്ന് ഉള്ളിലേക്ക് മടക്കി ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ പ്ലെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വെച്ച ആ പ്ലെയിൻ ക്ലോത്തിൽ വെച്ച് ആ റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ 1/4 ഇഞ്ച് ഉള്ളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി ചീത്ത ഭാഗത്തേക്ക് മടക്കി ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യണ പോലെ തന്നെ നമ്മൾ നല്ല ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ മുന്താണിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പീസ് മാത്രമായിട്ട് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പകുതിയാക്കി മടക്കുന്നുണ്ട്. രണ്ടും അങ്ങനെ ഒരുപോലെ പകുതിയാക്കി മടക്കിയിട്ട് നമ്മൾ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ നെക്കിന് മറ്റ് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കും വെച്ചതുപോലെ തന്നെ 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് ലെങ്ത്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ്. ആ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം ഒരു വി ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിലൊരു പീസ് മാത്രം നമ്മൾ മുന്താണിയിൽ നിന്ന് കട്ടെടുത്ത ഒരു പീസ് മാത്രം ഇതുപോലെ എടുത്തിട്ട് ആ നെക്ക് ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അവിടെ നിന്ന് താഴോട്ടായിട്ട് ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ നമുക്ക് ഇവിടെ ഈ ഒരു ഫോൾഡായി കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഈ ഒരു രീതിയിൽ രണ്ടായിട്ട് നമുക്ക് കിട്ടും. കട്ട് ചെയ്ത ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ താഴേക്ക് കട്ട് ചെയ്ത ഭാഗമല്ലേ, നെക്കല്ലാത്ത താഴെ കട്ട് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതൊരു 1.5 ഇഞ്ച് വീതിയിൽ ഞാനൊരു സാധാരണ പീസ് കേട്ടോ, ക്രോസ് പീസൊന്നുമല്ല, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിവിടെ രണ്ടാക്കി മടക്കിയിട്ട് നല്ല ഭാഗത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് എടുക്കുകയാണ് വേണ്ടത്. നെക്കിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം താഴേക്കുള്ള കട്ട് ചെയ്ത ഭാഗം നമുക്ക് സാധാരണ നോർമൽ പീസ് നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഇവിടെ നല്ല ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടൊന്ന് 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് മറിച്ച് ചീത്ത ഭാഗത്തേക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാനിത് അവിടെ ഇങ്ങനെ ഒരു വള്ളി പോലെ നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് പ്രസ് റഗ് പോലെ വരുന്നതാണ്. അപ്പോൾ അത് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കയർ പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് അവിടെ വെച്ച് ആ ഒരു
വി നെക്കിൻ്റെ ആ ഒരു ഈ തുടങ്ങുന്ന ഭാഗത്ത് നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ച് ഒന്ന് ആദ്യം തയ്ച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു കയറും അതുപോലെ ഈ ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ആ ഒരു പീസും വെച്ച് മറിച്ചുള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുക. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിയിടാനുള്ള ഭാഗത്തിനായിട്ട് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്രോസ് പീസ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം റൗണ്ടായിട്ട് നമ്മൾ ഈ വി നെക്കിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ആദ്യം നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. എന്നിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ആ ഒരു വി നെക്കായതുകൊണ്ടാണ്. നമ്മൾ നേരെയുള്ളതാകുമ്പോൾ നമുക്ക് സാധാരണ പീസ് വെച്ച് കട്ട് ചെയ്താൽ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതിപ്പം ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അത് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രണ്ടിനൊക്കെ ഇവിടെ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വിരിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗമാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടത്. ആ ഒരു ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വേണം ഈ ഒരു പീസ് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആവണം, കൈക്കുഴിയുടെ ഭാഗവും കറക്റ്റാണ്. ചെസ്റ്റിൻ്റെ അവിടുന്ന് വേസ്റ്റിൻ്റെ ഭാഗത്തേക്കുള്ള ഈ രണ്ടറ്റ് ഭാഗം കറക്റ്റായിട്ട് വെക്കണം. സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിലൊക്കെ നമ്മൾ 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ഇഞ്ച് വീതി പോകുമല്ലോ. രണ്ടാക്കി മടക്കിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്. ആ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ ഒരു ഭാഗം താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയും വേണം. കൈക്കൂടെ ഷോൾഡറിൻ്റെ ഭാഗവും കൈക്കൂടെ ഭാഗവും ഇങ്ങനെ ഇതുപോലെ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരണം. ഈ ഭാഗം താഴ്ഭാഗം നമുക്കൊന്ന് 1.5 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചെടുക്കുകയും വേണം. ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗവും നമ്മുടെ കൈക്കൂടെ ഭാഗവും രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് താഴ്ഭാഗം രണ്ടും മടക്കി തയ്ച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ആയിരിക്കും വരിക. ഇനി നമുക്ക് ബാക്ക് ഭാഗം നെക്കൊക്കെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വരച്ച് കട്ട് ചെയ്ത് വെച്ചതാ നമ്മുടെ ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ച് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഷോൾഡർ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കാം. അപ്പോൾ ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും ഷോൾഡറും തമ്മിൽ കൂട്ടി തയ്ച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കും അവിടെ സ്റ്റിച്ച് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനങ്ങനെ ഒരു വിശദമായിട്ട് കാണിക്കാത്തത് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ്സ് ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവ്സിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഒന്ന് മടക്കിയിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. ആ സെൻറ്റർ ഭാഗം ഇതുപോലെ നമ്മൾ ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് വെച്ച് രണ്ട് സൈഡിലേക്കും സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് വരണം. ഈ ഒരു സ്ലീവും ഒക്കെ അതുപോലെ നമുക്കൊന്ന് ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് സ്ലീവ് തയ്ച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ രണ്ട് സ്ലീവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡിലും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അവിടെ 1 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷം അവിടുന്ന് ആ ഒരു അറ്റത്ത് നിന്ന് ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ എൻഡ് വരെ ഈ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കവിടെ നമ്മുടെ താഴേക്കുള്ള സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതുകൊണ്ട് ഈ ഒരു ഭാഗം വരെ, ഇത്രയും ഭാഗം വരെ മാത്രമാണ് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴേക്കുള്ള സ്കേർട്ടും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് യോക്കിൻ്റെ ഭാഗം എത്ര വീതി ഉണ്ടെന്ന് ആദ്യം ഒന്ന് ടാപ്പ് കൊണ്ടൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇവിടുന്ന് തൊട്ട് നമ്മുടെ അപ്പുറ സൈഡ് വരെ എത്ര ഏകദേശം കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഏകദേശം 20-21 ഇഞ്ചോളം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് താഴേക്ക് ഞൊറി വിട്ട് തയ്ക്കാൻ ക്ലോത്ത് എടുക്കുക. അപ്പോൾ ഇതിലേക്കാണ് ഈ ഒരു അളവിനേക്കാൾ നമുക്ക് എക്സ്ട്രാ എടുക്കണം. 20 ഇഞ്ചാകുമ്പോൾ നമുക്ക് 40 ഇഞ്ചുള്ള വീതിയിലുള്ള ക്ലോത്ത് എന്തായാലും താഴേക്ക് സ്കേർട്ടിന് വേണം ഞൊറി വിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ ഞൊറി ഇട്ട് കൊടുക്കണം, അല്ലാതെ അംബ്രല കട്ടിങ്ങിലൊന്നല്ല കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാരിയൊക്കെ ആയതുകൊണ്ട് നല്ല ക്ലോത്ത് ഉണ്ടാവുമല്ലോ, ഇഷ്ടംപോലെ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ഞാനിതാ ഈ ക്ലോത്ത് ഒന്ന് ഇങ്ങനെ ബാക്കിയുള്ള ക്ലോത്ത് ഒന്ന് വീതി രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമുക്ക് ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്കും വേണമല്ലോ. അപ്പോൾ ഒരു സൈഡ് രണ്ടാക്കി ഇങ്ങനെ മടക്കിയിട്ട് നോക്കുമ്പോൾ 50 ഇഞ്ച് വീതി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 20 ഇഞ്ച് പിന്നെ എക്സ്ട്രാ നമുക്ക് 30 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം ഞൊറിവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത്
ഒന്ന് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മടുക്കളായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് നമ്മുടെ ഉടുപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് 37 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അതിൽ 12 ഇഞ്ചോളം ഇതിവിടെ വരുന്നുണ്ട്. നമുക്ക് 12.5 ഇഞ്ച് എടുത്ത് തയ്യൽ തുമ്പൊക്കെ പോയിട്ട് 12 ഇഞ്ചോളം നമ്മുടെ യോക്ക് പാട്ട് വരുന്നത് കൊണ്ട് തന്നെ 37 ഇഞ്ചിൽ നമുക്കിനി ബാക്കിയുള്ള ലെങ്ത്താണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് തയ്യൽ തുമ്പൊക്കെ പെടുന്നുണ്ട് കേട്ടോ. താഴെ മടക്കി തയ്ക്കാൻ നമ്മൾ 2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് ഈ ലെങ്ത്ത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് 25 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇത്രയും ഭാഗമാണ് നമുക്ക് നമ്മുടെ താഴേക്കുള്ള സ്കേർട്ടിന് വേണ്ടത്. അപ്പോൾ ആ കരഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരൊറ്റ നീളത്തിൽ ഒരൊറ്റ പീസാണ്. നമുക്ക് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും വേറെ വേറെ വെച്ച് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പീസായി കിട്ടും. നമുക്ക് രണ്ടും സെപ്പറേറ്റ് തന്നെ ഞൊറിവിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമുക്കിതാ നമ്മുടെ ഈ ഒരു യോക്ക് ഭാഗം ഇതുപോലെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഈ ഒരു കോട്ട് പോലെയുള്ള മുൻഭാഗത്തുള്ള ഭാഗം നമുക്ക് അതിൽ പെടാതെ നോക്കണം. എന്നിട്ട് ഞാൻ ഈ ഒരു ഇവിടെ നിന്ന് മുതൽ ഇങ്ങനെ ഞൊറിവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി വരികയാണ്. അത്യാവശ്യം ക്ലോത്ത് ഉള്ളതുകൊണ്ട് അടുപ്പിച്ച് തന്നെ നമുക്ക് ഞൊറിവിട്ട് ഇങ്ങനെ കൊടുക്കാം. സാരിയൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലോത്തിനൊരു പഞ്ഞുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ അറ്റം വരെ ഈ ഒരു ക്ലോത്ത് വെച്ച് ഞൊറിവിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക് പീസിലും അതുപോലെ തന്നെ ഞൊറിവിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഞൊറിവിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡും കൂട്ടി തയ്ച്ചിട്ടുണ്ട്. 2 സൈഡിലും നമ്മൾ യോക്ക് പാട്ടിൻ്റെ നമ്മൾ ഈ ഒരു നടുഭാഗം വരെയല്ലേ സ്റ്റിച്ച് ചെയ്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെയല്ലേ നമ്മൾ തയ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന്. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഈ സൈഡിലൂടെ ഇങ്ങനെ 2 സൈഡിലും തയ്ച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴ്ഭാഗം ഇവിടെ ഒന്ന് മടക്കി 1/2 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ച് താഴ്ഭാഗം മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉടുപ്പിൻ്റെ ഒരു വീഡിയോ. ഒരു സിമ്പിളായിട്ടുള്ള ഉടുപ്പാണ്. നമുക്ക് സാരിയൊക്കെ ഉണ്ടാകുമ്പോൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് തയ്ച്ചതാണ്. അപ്പോൾ മുൻഭാഗത്ത് നമ്മളൊരു കോട്ടൊക്കെ ആണല്ലേ, ഒരു കോട്ട് ഇട്ട പോലെ തോന്നും നമുക്ക്. ബാക്ക് പീസ് കൊണ്ട് ബാക്കിൽ നമ്മൾ ഏതാണോ പീസ് വെച്ചെടുക്കുന്നത് അത് ആ ഒരു പീസാവണം നമുക്ക് ഈ മുന്നിലിങ്ങനെ സ്ട്രഗ് പോലെ വരേണ്ടത്. അപ്പോഴാണ് നമുക്ക് നമ്മൾ കോട്ട് മുകളിലൂടെ ആ ഒരു ഉടുപ്പിൻ്റെ മുകളിലൂടെ ഇട്ടതാണെന്ന് തോന്നും. അതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതാണെന്ന് തോന്നില്ല. അതിൽ ആദ്യം അതിൻ്റെ പുറമെ നമ്മൾ ആ ഉടുപ്പിൻ്റെ പുറമെ നമ്മൾ സെപ്പറേറ്റ് കോട്ട് ഇട്ടതാണെന്ന് തോന്നുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഉടുപ്പ് വരിക. അപ്പോൾ നമുക്ക് ഈ കോട്ടിൻ്റെ ഷേപ്പൊക്കെ നമ്മുടെ നമുക്ക് വേണ്ട ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പം മക്കൾക്ക് ഇങ്ങനെ സ്കൂളൊക്കെ ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് കരുതി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. മോളിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അവളിട്ടിട്ടുള്ള ലാസ്റ്റ് ലുക്ക്. അവൾക്ക് മദ്രസയിലൊക്കെ പോകുമ്പോൾ ഇടാനും വീട്ടിലൊക്കെ ഇട്ട് നടക്കാനും കളിക്കാൻ പോകുമ്പോഴൊക്കെ ഇടാന്നുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. മുന്നിൽ ഇങ്ങനെ ഒരു കോട്ട് പോലെ സ്ട്രഗ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതങ്ങനെ നമ്മളിത് ഇങ്ങനെ ഊരിയെടുത്തത് ഇതുപോലെ നിൽക്കും. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാരിയിൽ ചെയ്തെടുത്തതാണ്. ഇനി അതല്ല നമുക്ക് നല്ലൊരു ക്ലോത്ത് വാങ്ങിയിട്ട് ചെയ്താൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ഒരു മോഡൽ മുന്നിൽ ഇങ്ങനെ കോട്ട് പോലെ വെച്ചിട്ട് നല്ല ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് തയ്ച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.